പരിചയമില്ലാത്ത സ്ഥലം, കാണാൻ ആഗ്രഹിച്ച മറ്റൊരിടം, അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ മൈസൂരിനെ കുറിച്ചിട്ട്. അതിനേക്കാളുപരി അവിടുത്തെ കല്യാണം, അവിടുത്തെ ചടങ്ങുകൾ, അതൊക്കെ എന്താ പറയുക, ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. മൈസൂർ മൊത്തമായിട്ട് ചുറ്റിക്കറങ്ങാൻ ഒരു 2 ദിവസം മതിയാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് പറ്റുന്നത്ര എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോസിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് എടുത്ത കാര്യമല്ല. ഇതും അവിടുത്തെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. എന്താണെന്നല്ലേ, അവിടുത്തെ വധുവിന് കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ വരൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത്. വധുവിൻ്റെ ഡ്രസ്സും അതുപോലെ ഓർണമെൻറ്റ്സും ആ വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളാണ് അവരവിടെ കൊടുത്തയക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വരൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ അവിടുത്തെ കല്യാണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ക്യാപ്ചർ ചെയ്യുക, അതേപോലെ തന്നെ ഓരോ ഭാഗങ്ങളും നിരീക്ഷിച്ചിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കാണാനൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ എനിക്ക്. ഏത് കല്യാണത്തിന് പോയാലും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അവിടുത്തെ കല്യാണം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇവിടുത്തെ കല്യാണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ അത്. പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടുള്ള കല്യാണങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം വെറൈറ്റി എന്ന് തന്നെ പറയാം. അവിടെ കൂടിയ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണം കൂടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു കൗതുകമായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, അവിടെ പോയ ഓരോ ആണുങ്ങൾക്കും, അതായത് എൻ്റെ ഉപ്പ, അവർ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു മാല ഇട്ട് കൊടുത്തിട്ട്, അതേപോലെ തന്നെ ഒരു പുടവയൊക്കെ കൊടുത്തിട്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഏകദേശം കുറേ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് ഈ ഒരു കല്യാണത്തിന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്കൊക്കെ ഇത് എന്താ പറയുക, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകുന്നതിനെ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മട്ടൻ ബിരിയാണിയും ഗീ റൈസൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സ് കവർന്നത് ഈ ഒരാളാണ്, വർക്കി സ്വീറ്റ്. 2 ടൈപ്പ് സ്വീറ്റ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ സ്വീറ്റും വർക്കി സ്വീറ്റും. പക്ഷേ ഈ ഒരു വർക്കി സ്വീറ്റ് വേറെ ലെവലായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പോയത് ഒരു കാറിൻ്റെ മ്യൂസിയത്തിലേക്കാണ്. അവിടെ ഇങ്ങനെ നടന്ന് നീങ്ങി ഓരോ കാറുകളും കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് ഈ കാറിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തിറങ്ങി അവിടെ ഒരു നല്ല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോയി.